നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ആനത്താവളത്തിൽ ആനയിടഞ്ഞു. കൊമ്പൻ രവികൃഷ്ണയാണ് ഉച്ചതിരിഞ്ഞ് 3:30 ഇടഞ്ഞത്. 20 വർഷത്തോളമായി രവികൃഷ്ണയുടെ ഒന്നാം പാപ്പാനായിരുന്ന ശ്രീകുമാറിനെ 1.5 മാസം മുമ്പ് മാറ്റിയതിനെതിരെ വിമർശനം ശക്തം. കൊച്ചുകുട്ടികളടക്കം തെരുവുനായ്ക്കളുടെ ആക്രമണത്തിന് ഇരകളാകുന്ന സാഹചര്യത്തിൽ 2031 ആകുമ്പോഴേക്കും തെരുവുനായ്ക്കളില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കണമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. ചാവക്കാട് തെരുവുനായ പ്രജനന നിയന്ത്രണ കേന്ദ്രം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം തെക്കേപ്പുറത്ത് പൂട്ടിക്കിടന്ന 2 വീടുകൾ കുത്തിത്തുറന്ന് മോഷണ ശ്രമം. തെക്കേപ്പുറം അനന്തൻ വീട്ടിൽ ബാബു, പറക്കാട്ട് വീട്ടിൽ ലീല എന്നിവരുടെ വീടുകളിലാണ് കവർച്ചാ ശ്രമം നടന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തൃശൂർ റവന്യൂ ജില്ലാ ശാസ്ത്രമേള ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി ഗുരുവായൂരിലും ചാവക്കാടുമായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. മേളയുടെ ലോഗോ പ്രകാശനം നടന്നു. മേള മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ നഗരസഭയുടെ ചൂൽപ്പുറം ബയോ പാർക്കിൽ സ്ഥാപിച്ച പ്രതിമയ്ക്ക് രാഷ്ട്രപിതാവിന്റെ ഛായയില്ലെന്ന് പരാതി. ഗാന്ധി പ്രതിമ നിർമ്മാണത്തിലെ ഗുരുതരമായ പാകപ്പിഴവ് പ്രതിഷേധത്തിനിടയാക്കുന്നു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കല്ലുംപുറം സെന്റ് ജോർജ് പള്ളി പെരുന്നാൾ ആഘോഷം വർണ്ണാഭം. 13 ആഘോഷ കമ്മിറ്റികളിൽ നിന്നായി 11 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. വിശദമായ വാർത്തയിലേക്ക്. ഗുരുവായൂർ ആനത്താവളത്തിൽ ആനയിടഞ്ഞു. കൊമ്പൻ രവികൃഷ്ണയാണ് ഉച്ചതിരിഞ്ഞ് 3:30 ഇടഞ്ഞത്. പ്രതിമാസ പരിശോധനയുടെ ഭാഗമായി ആനയുടെ തൂക്കം നോക്കാൻ വെയിങ് ബ്രിഡ്ജിൽ കയറ്റിയതായിരുന്നു. ഇത് ഇളകിയതോടെ ആന വിരണ്ടു. ഇറങ്ങാൻ കൂട്ടാക്കാതെ ആന പരാക്രമമായി. പാപ്പാന്മാർ ഏറെ പാടുപെട്ട് ആനയെ ഇറക്കി കെട്ടുംതറയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ കെട്ടുംതറയിൽ കയറാതെ ആന പരാക്രമം തുടർന്നു. ഇതോടെ സന്ദർശകരെ പുറത്താക്കി ആനത്താവളത്തിൻ്റെ ഗേറ്റ് അടച്ചു. 4:30 പാപ്പാന്മാർ വരുതിയിലാക്കിയെങ്കിലും കെട്ടുംതറയിൽ കയറാൻ ആന തയ്യാറായില്ല. ഒടുവിൽ ആനത്താവളത്തിൻ്റെ തെക്കേപ്പറമ്പിനോട് ചേർന്നുള്ള നടപ്പാതയ്ക്കരികിലെ ആൽമരത്തിൽ തളച്ചു. ആന ശാന്തനായതോടെ നടപ്പാതയിൽ കിടത്തി കുളിപ്പിച്ചു. ഈ സമയം സന്ദർശകർക്ക് നടപ്പാതയിലേക്കുള്ള പ്രവേശനം നിരോധിച്ചു. കുളി കഴിഞ്ഞ ആനയെ ക്ഷേത്രത്തിൽ രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് കൊണ്ടുപോയി. ഇടഞ്ഞ ആനയെ മണിക്കൂറുകൾക്കുള്ളിൽ എഴുന്നള്ളിപ്പിന് കൊണ്ടുപോയത് വിമർശനത്തിനിടയാക്കി. 20 വർഷത്തോളമായി രവികൃഷ്ണയുടെ ഒന്നാം പാപ്പാനായിരുന്ന ശ്രീകുമാറിനെ മാറ്റി 1.5 മാസം മുമ്പ് CC ഉണ്ണിയെ ചട്ടക്കാരനാക്കി നിയോഗിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ചരിഞ്ഞ ഗോകുൽ എന്ന ആനയുടെ 2ാം പാപ്പാനായിരുന്നു CC ഉണ്ണി. ഗോകുലിന് അസുഖം മൂർച്ഛിച്ച സമയത്താണ് ഉണ്ണിയെ രവികൃഷ്ണയിലേക്ക് മാറ്റിയത്. രാഷ്ട്രീയ സ്വാധീനത്താൽ പാപ്പാനെ മാറ്റിയത് ആനപ്രേമികൾക്കിടയിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ചട്ടക്കാരൻ മാറുന്ന സമയത്ത് ആന ക്രൂരമായ പീഡനത്തിനിരയായതായും ആരോപണമുണ്ട്. യുവതിക്കും 10 വയസ്സുകാരി പെൺകുട്ടിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ ബേക്കറി ജീവനക്കാരനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സേലം കള്ളക്കുറിച്ചി സ്വദേശി 29 വയസ്സുള്ള സെങ്കോലിനെയാണ് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 സംഭവം. ഡോക്ടറെ കണ്ട് മടങ്ങി വരികയായിരുന്ന 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ 10 വയസ്സുകാരിയും മാതാവും ബേക്കറിയിൽ ഇരുന്ന് ജ്യൂസ് കുടിക്കുന്ന സമയത്താണ് പ്രതിയുടെ അതിക്രമം ഉണ്ടായത്. തുടർന്ന് യുവതി കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പോക്സോ വകുപ്പും ചുമത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ റവന്യൂ ജില്ലാ ശാസ്ത്രമേള ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി ഗുരുവായൂരിലും ചാവക്കാടുമായി നടക്കും. മേളയുടെ ലോഗോ പ്രകാശനം നടന്നു. ചാവക്കാട് PWD റെസ്റ്റ് ഹൗസിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ MLA NK അക്ബർ ലോഗോ പ്രകാശനം നിർവഹിച്ചു. ശാസ്ത്രമേള പബ്ലിസിറ്റി ചെയർമാനും ചാവക്കാട് നഗരസഭ വൈസ് ചെയർമാനുമായ KK മുബാറക് അധ്യക്ഷനായി. PK മുജീബ് റഹ്മാൻ പൂവത്തുംകടവിൽ വള്ളിവട്ടത്തിൻ്റെ ലോഗോയാണ് മേളയ്ക്കായി തിരഞ്ഞെടുത്തത്. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ, ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ T രാധ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VB സിന്ധു എന്നിവർ സംസാരിച്ചു. PT കിറ്റോ സ്വാഗതവും NK പ്രവീൺ നന്ദിയും പറഞ്ഞു. ഗണിതശാസ്ത്രമേള, IT മേള, സാമൂഹ്യശാസ്ത്രമേള എന്നിവ മമ്മിയൂർ LF കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും, ശാസ്ത്രമേള MR രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലും, പ്രവൃത്തി പരിചയമേള ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലും, സ്കിൽ ഫെസ്റ്റിവൽ ചാവക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും നടക്കും.
സ്കിൽ ഫെസ്റ്റിവലിൽ 52 സ്കൂളുകളിൽ നിന്നായി 500ഓളം കുട്ടികൾ പങ്കെടുക്കും. 60 സ്റ്റാളുകളിൽ പ്രദർശനവും വിൽപ്പനയുമുണ്ടാകും. 19 ഇനങ്ങളിൽ തൊഴിൽ നൈപുണികളുടെ മത്സരങ്ങളും വിനോദങ്ങളും കരിയർ ഫെസ്റ്റും നടക്കും. മേളയുടെ ഉദ്ഘാടനം മമ്മിയൂർ LF സ്കൂളിൽ MLA NK അക്ബറിന്റെ അധ്യക്ഷതയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് നിർവഹിക്കും. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് മുഖ്യാതിഥിയാകും. മേളയുടെ സമാപന സമ്മേളനം മണലൂർ MLA മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയാകും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS സമ്മാനദാനം നിർവഹിക്കും. ഈ മാസം 28-29 തീയതികളിലായി ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി, ലിറ്റിൽ ഫ്ലവർ ഹയർ സെക്കൻഡറി സ്കൂൾ, ചാവക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി, MR രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി എന്നീ വിദ്യാലയങ്ങളിൽ വെച്ചാണ് നടത്തുന്നത്. ഏകദേശം 5000-ഓളം കുട്ടികളാണ് ഈ മേളയിൽ പങ്കെടുത്തത്. ഗണിതശാസ്ത്ര മേളയുടെ ഈ വർഷത്തെ പ്രത്യേകത അവിടെ വന്ന് ലൈവായിരിക്കും. കാരണം അതിൽ നിലനിന്നിരുന്ന ചില തെറ്റായ പ്രവണതകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കൊച്ചുകുട്ടികളടക്കം തെരുവുനായ്ക്കളുടെ ആക്രമണത്തിന് ഇരകളാകുന്ന സാഹചര്യത്തിൽ 2031 ആകുമ്പോഴേക്കും തെരുവുനായ്ക്കളില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കണമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. ചാവക്കാട് തെരുവുനായ പ്രജനന നിയന്ത്രണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കേരളത്തിൽ ഏകദേശം 8 ലക്ഷത്തോളം നമുക്ക് വീട്ടിൽ വളർത്തുന്ന നായ്ക്കളുണ്ട്. ഏകദേശം 3.5 ലക്ഷം നായ്ക്കൾ ഇന്ന് കേരളത്തിൽ തെരുവ് നായ്ക്കളാണ്. അപ്പോൾ ആ തെരുവ് നായ്ക്കളെ മുഴുവൻ വന്ധ്യീകരിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ് പോകുന്നത്. നഗരസഭകളെ എല്ലാം ഒത്തുചേർത്തുകൊണ്ട് ആ ഫണ്ട് വയ്ക്കുവാനും ആ പദ്ധതി കൊണ്ടുവരുവാനും അത് സമയബന്ധിതമായി നമുക്ക് പൂർത്തീകരിക്കുവാനും നമ്മുടെ ഇവിടുത്തെ നായ്ക്കളുടെ ശല്യമില്ലാത്ത തരത്തിൽ മുന്നോട്ട് പോകാനും നമുക്കിപ്പോൾ കഴിയും. ഈ സെൻറ്റർ വന്നതോടുകൂടി നമുക്ക് ഏകദേശം 2031 ആകുമ്പോഴത്തേക്ക് തെരുവ് നായ്ക്കളില്ലാത്ത ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളത്തെ നമുക്ക് മാറ്റിയെടുക്കാം. ജില്ലയിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന് കീഴിൽ ആദ്യത്തെ തെരുവുനായ പ്രജനന നിയന്ത്രണ കേന്ദ്രമാണ് ചാവക്കാട് യാഥാർത്ഥ്യമായത്. മൃഗാശുപത്രി പരിസരത്ത് നടന്ന ചടങ്ങിൽ NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ABC കേന്ദ്രത്തിൽ ജില്ലാ പഞ്ചായത്ത് 50 ലക്ഷം രൂപയോളം വകയിരുത്തി പുതിയ ഓപ്പറേഷൻ തിയേറ്റർ, ഓഫീസ്, സ്റ്റോർ, അണുനശീകരണ മുറി, നായ്ക്കളെ പാർപ്പിക്കുന്നതിനുള്ള കൂടുകൾ, CCTV സംവിധാനം തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട്. ചാവക്കാട് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി പരിധിയിൽ നിന്നും മുല്ലശ്ശേരി, ചാവക്കാട് ബ്ലോക്കുകൾക്ക് കീഴിലുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും തെരുവുനായ്ക്കളെ ഇവിടെ വന്ധ്യംകരിക്കാം. പ്രതിമാസം 200ഓളം നായ്ക്കളെ വന്ധ്യംകരിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ MC റജിൽ, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് എന്നിവർ മുഖ്യാതിഥികളായി. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ KP ജിതേന്ദ്രകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൂക്കോട് വെറ്റിനറി സർജൻ ഡോക്ടർ CR പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ജന്തുജന്യ രോഗങ്ങളും കരുതലും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. ചടങ്ങിൽ ASF ടീമിനെയും മുളങ്കുന്നത്തുകാവ് പഞ്ചായത്തിൽ നടത്തിയ ആഫ്രിക്കൻ പന്നിപ്പനിയുടെ നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ നിസ്തുല സേവനം നൽകിയ റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗങ്ങളെയും അനുമോദിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മഞ്ജുള അരുണൻ, റഹീം വീട്ടിപ്പറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് ദേശീയപാത 66 ഒരുമനയൂർ മാങ്ങോട്ട് സ്കൂളിന് സമീപം സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് കാറിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രികർക്കാണ് പരിക്ക്. ശനിയാഴ്ച രാവിലെ 7:30യോടെയാണ് അപകടം. ഗുരുവായൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് അമിത വേഗതയിൽ പോകുകയായിരുന്ന കാറിന് പുറകിൽ ഇടിച്ചത്. തുടർന്ന് ബസ് അരികിലെ കാനയ്ക്ക് മുകളിലേക്ക് കയറിയതോടെ സ്ലാബ് തകർന്നു. അപകടത്തെ തുടർന്ന് സർവീസ് റോഡിലെ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. ഡ്രൈനേജിലെ സ്ലാബുകൾ കമ്പികളില്ലാതെയാണ് വാർത്തിട്ടുള്ളത് എന്ന് നാട്ടുകാർ പറയുന്നു. ഇതുമൂലം അപകട സാധ്യത വർദ്ധിക്കുന്നതായും ആരോപണമുണ്ട്. കുന്നംകുളം തെക്കേപ്പുറത്ത് പൂട്ടിക്കിടന്ന 2 വീടുകൾ കുത്തിത്തുറന്ന് മോഷണശ്രമം. തെക്കേപ്പുറം മനന്തൻ വീട്ടിൽ ബാബു, പറക്കാട്ട് വീട്ടിൽ ലീല എന്നിവരുടെ വീടുകളിലാണ് കവർച്ചാശ്രമം ഉണ്ടായത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ബാബുവിന്റെ വീടിന്റെ വാതിൽ കുത്തി തുറന്ന മോഷ്ടാവ് അകത്തുകയറി അലമാരയിലെ സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. റൂമിന്റെ പൂട്ട് തകർത്ത് മുൻവശത്തേക്ക് എറിഞ്ഞിട്ടുണ്ട്.
ബാബുവിന്റെ വീടിന്റെ സ്റ്റോറൂമിൽ സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് വസ്തുക്കളും മോഷണശ്രമത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച മകളുടെ വീട്ടിലേക്ക് പോയ ബാബു ശനിയാഴ്ച രാവിലെ 7 മണിയോടെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണശ്രമം നടന്ന വിവരം അറിയുന്നത്. ലീലയുടെ വീടിന്റെ പൂട്ട് തകർത്ത നിലയിലാണ്. വെള്ളിയാഴ്ച രാത്രി ലീല സമീപത്തെ വീട്ടിലേക്ക് പോയിരുന്നു. രാവിലെ 6 മണിയോടെ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണശ്രമം നടന്നതറിയുന്നത്. വീട്ടുകാർ കുന്നംകുളം പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് സബ് ഇൻസ്പെക്ടർ വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. മേഖലയിലെ CCTV ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചു. ശക്തമായ കാറ്റിനെ തുടർന്ന് ചൊവ്വന്നൂരിൽ വൈദ്യുതി ലൈനിന് മുകളിൽ മരം കടപുഴകി വീണു. സമുദ്രനഗർ റോഡിൽ ശനിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. റോഡിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന മരമാണ് കടപുഴകി വീണത്. വീഴ്ചയുടെ ആഘാതത്തിൽ വൈദ്യുതി ലൈനുകൾ പൊട്ടുകയും പോസ്റ്റുകൾ ഇളകുകയും ചെയ്തു. അടുപ്പുട്ടി പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് റോഡിൽ അലങ്കരിച്ചിരുന്ന വൈദ്യുതി അലങ്കാരങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. മരത്തിന്റെ ശാഖകൾ റോഡിന് സമീപത്തെ പൊറത്തൂർ പാപ്പച്ചൻ എന്നയാളുടെ വീടിന് മുകളിലേക്കും വീണു. വിവരം അറിയിച്ചതിനെ തുടർന്ന് KSEB ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. വാർഡ് കൗൺസിലർ ഷാജി ആലിക്കൽ, നഗരസഭാ ഉദ്യോഗസ്ഥർ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. ചാവക്കാട് നഗരസഭാ ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 5,50,00,000 രൂപയ്ക്ക് പുതുക്കിയ ഭരണാനുമതിയായി. കെട്ടിട നിർമ്മാണം ഉടൻ തുടങ്ങും. നഗരസഭാ ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് MLA NK അക്ബറിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ബജറ്റിൽ 5 കോടി രൂപ വകയിരുത്തിയിരുന്നതാണ്. എന്നാൽ എസ്റ്റിമേറ്റ് നിരക്കിൽ വർധന വന്നതിനാൽ 5,50,00,000 രൂപയായി നിർമ്മാണ ചെലവ് വർദ്ധിച്ചു. ഇതിനാണ് പുതുക്കിയ ഭരണാനുമതി നൽകി സർക്കാർ ഉത്തരവായത്. 13,109.13 ചതുരശ്ര അടിയിലാണ് പുതിയ നഗരസഭാ ഓഫീസ് നിർമ്മിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ചീഫ് എഞ്ചിനീയർ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്ലാൻ, എസ്റ്റിമേറ്റ് തുടങ്ങിയവ തയ്യാറാക്കിയിട്ടുണ്ട്. 8,216.76 ചതുരശ്ര അടിയുള്ള താഴത്തെ നിലയിലാണ് പ്രധാന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുക. കെട്ടിടത്തിൽ 17 കാർ പാർക്കിംഗ് സ്ഥലങ്ങളും ഭിന്നശേഷിക്കാർക്കായുള്ള പാർക്കിംഗ്, ഇരുചക്രവാഹന പാർക്കിംഗ് ഉൾപ്പെടുന്നുണ്ട്. ഭിന്നശേഷിക്കാർക്കുള്ള ശുചിമുറിയും സജ്ജീകരിച്ചിട്ടുണ്ട്. നിലകൾ തിരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ റിസപ്ഷൻ ഡെസ്ക്, വെയിറ്റിംഗ് ഏരിയ, 68 സീറ്റുകളുള്ള കൌൺസിൽ ഹാൾ, ഫീഡിംഗ് റൂം, ജനറൽ സെക്ഷൻ ഓഫീസ്, റവന്യൂ സെക്ഷൻ ഓഫീസ് എന്നിവ പ്രധാന മുറികളാണ്. കൂടാതെ ലിഫ്റ്റും ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും പ്രത്യേകമായുള്ള കഫ്റ്റീരിയ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷൻ എതിർവശത്താണ് നഗരസഭയ്ക്ക് പുതിയ ഓഫീസ് കെട്ടിടം യാഥാർത്ഥ്യമാകുന്നത്. കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കും. ഗുരുവായൂർ നെന്മിനിയിൽ ബൈക്ക് യാത്രയ്ക്കിടെ തലകറങ്ങി വീണ യുവാവിന് സാരമായി പരിക്കേറ്റു. ഗുരുവായൂർ ആലപ്പുറത്ത് നിവേദ് കൃഷ്ണയുടെ വലത് കൈയുടെ ചെറുവിരൽ അറ്റുതൂങ്ങി. ഉടൻ തന്നെ ആക്സ് പ്രവർത്തകർ മുതുവട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും, പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. റെയിൽവേ ഗേറ്റ് റോഡിൽ രാവിലെ 10 മണിയോടെയാണ് അപകടം നടന്നത്. M. കൃഷ്ണൻകുട്ടി സ്മാരക സമിതിയുടെ 2025 പുരസ്കാരത്തിന് കവിയും അക്ഷരശ്ലോക പരിപോഷകനുമായ അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ അർഹനായി. ഡോക്ടർ PN ഗണേശ്, പ്രൊഫസർ M. ഹരിദാസ്, A. രാമകൃഷ്ണൻ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. ക്ഷേത്രവാദ്യം, കഥകളി, ശാസ്ത്രീയ നൃത്തം, അക്ഷരശ്ലോകം എന്നീ കലാവിഭാഗങ്ങളിലെ മികവിന് ചാക്രിക ക്രമത്തിൽ കഴിഞ്ഞ 28 വർഷമായി നൽകുന്ന പുരസ്കാരമാണിത്. 12,000 രൂപയും കീർത്തി മുദ്രയും അടങ്ങുന്നതാണ് പുരസ്കാരം. നവംബർ 10 തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് തിരുവമ്പാടി ക്ഷേത്രത്തിന് എതിർവശമുള്ള ശ്രീപത്മം ഹാളിൽ നടക്കുന്ന യോഗത്തിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പുരസ്കാരം സമ്മാനിക്കും. PM ശ്രീ പദ്ധതിയിലൂടെ കേരളത്തിൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ പിണറായി സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. പിണറായിയുടെയും മോദിയുടെയും മുഖംമൂടി വെച്ച് CJP പ്ലക്കാർഡും ധരിച്ച് നടത്തിയ പ്രകടനത്തിന് യൂത്ത് കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം പ്രസിഡന്റ് MH ഹക്കീം, KSU ജില്ലാ ജനറൽ സെക്രട്ടറി അജിത് KP, മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി TM അഫ്സൽ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ നിഹാൽ CS, MS ഷിദിൻ, സഹദ്, ജിൻഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് പെരുമ്പിലാവിൽ നടന്ന പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MM മഹേഷ് ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ പഞ്ചായത്തിലെ 13-ാം വാർഡ് പെരുമണ്ണിൽ നിർമ്മാണം പൂർത്തിയായ ഹാപ്പിനെസ് പാർക്കിന്റെയും ഓപ്പൺ ജിമ്മിന്റെയും ഹൈമാസ് ലൈറ്റിന്റെയും ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് പെരുമണ്ണ് ചിറ പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ
ഹാപ്പിനെസ് പാർക്കിന്റെയും ഓപ്പൺ ജിമ്മിന്റെയും ഹൈമാസ് ലൈറ്റിന്റെയും ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയാകും. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ എന്നിവർ മുഖ്യാതിഥികളാകും. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സുനിത ഉണ്ണികൃഷ്ണൻ, ജുലറ്റ് വിനു, ഹാസനുൽ ബന്ന, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ആസൂത്രണ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. കേച്ചേരി പുഴയുടെ ഭാഗമായ പെരുമണ്ണ് ചിറയുടെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഏകദേശം 10 ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ച് ഹാപ്പിനെസ് പാർക്കും ഓപ്പൺ ജിമ്മും ഹൈമാസ് ലൈറ്റും സ്ഥാപിച്ചത്. ഇവിടെ ഇപ്പൊ നമ്മൾ ഈ ചിറയോടനുബന്ധിച്ചിട്ട് ഒരു ഓപ്പൺ ജിമ്മ്, അതുപോലെ തന്നെ സായാഹ്നങ്ങളിലൊക്കെ ആളുകൾക്ക് വന്ന് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആസ്വദിക്കാനും ഒക്കെ ആയിട്ടൊരു ഹാപ്പിനെസ് സെന്ററും കൂടിയിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ ഈ ഞായറാഴ്ച 26-ാം തീയതി 5 മണിക്കാണ് ബഹുമാന്യനായിട്ടുള്ള മണലൂരിൻ്റെ MLA ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു മിനി മാസ്റ്റ് ലൈറ്റും കൂടി കിട്ടിയിട്ടുണ്ട്. തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. ഇനി ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. ഓപ്പൺ ജിമ്മിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ 2.5 ലക്ഷം രൂപയുടെ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇവിടെ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ആദ്യം തന്നെ ഇവിടെ നിലം ഒരുക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ലക്ഷം രൂപ അതിനു വേണ്ടി ഉപയോഗിച്ച് സൈഡുകളിലൊക്കെ ഹാൻഡ് റെയിൽ ഇട്ട് ടൈലൊക്കെ വിരിച്ച് ഭംഗിയാക്കിയിരിക്കുകയാണ്. 7.5 ലക്ഷം രൂപയോളം ഈ ഒരു ടൈമിൽ ഇപ്പോൾ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആകെ മൊത്തം 17 ലക്ഷം രൂപയോളം ഇപ്പോൾ ചിറയുമായി ബന്ധപ്പെട്ട് ഇവിടെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. കേരള ഖരമാലിന്യ സംസ്കരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുരുവായൂർ നഗരസഭ ബയോപാർക്കിലെ നവീകരിച്ച അഗ്രോ നഴ്സറിയുടെ ഉദ്ഘാടനവും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനവും നടന്നു. ഹരിതകർമ്മസേനയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് അഗ്രോ നഴ്സറി നവീകരിച്ചത്. ഹരിതകർമ്മസേനയ്ക്ക് അനുവദിച്ച പുതിയ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗര ഉപജീവന കേന്ദ്രം വഴി തൊഴിൽ ലഭിച്ചവരുടെ സംഗമവും നടന്നു. NULM സിറ്റി മിഷൻ മാനേജർ VS ദീപയ്ക്ക് യാത്രയയപ്പ് നൽകി. കേരള ഖരമാലിന്യ സംസ്കരണ പദ്ധതി ഡയറക്ടർ ഡോക്ടർ ദിവ്യ S. അയ്യർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ M. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ AM ഷെഫീർ, AS മനോജ്, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, കൗൺസിലർമാരായ KP ഉദയൻ, സിന്ധു ഉണ്ണി, ക്ലീൻ സിറ്റി മാനേജർ AS അശോക് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭയുടെ ചൂൽപ്പുറം ബയോ പാർക്കിൽ സ്ഥാപിച്ച പ്രതിമയ്ക്ക് രാഷ്ട്രപിതാവിന്റെ ഛായയില്ലെന്ന് പരാതി. ഗാന്ധി പ്രതിമ നിർമ്മാണത്തിലെ ഗുരുതരമായ പാകപ്പിഴവ് പ്രതിഷേധത്തിനിടയാക്കുന്നു. ശുചിത്വം സ്വാതന്ത്ര്യത്തെക്കാൾ പ്രധാനമാണ് എന്ന ഗാന്ധി വചനത്തിന്റെ പ്രസക്തി വിളിച്ചോതുന്നതിന്റെ ഭാഗമായാണ് നഗരസഭ ബയോ പാർക്കിൽ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചത്. എന്നാൽ പ്രതിമയ്ക്ക് ഗാന്ധിജിയുടെ രൂപസാദൃശ്യമില്ലാതെ വിരൂപമാക്കിയെന്നാണ് വ്യാപക ആരോപണം ഉയർന്നിരിക്കുന്നത്. നഗരസഭയിലെ മുൻ കൗൺസിലർ സ്വരാജ് താഴ്ശ്ശേരിയാണ് 2 ആഴ്ച കൊണ്ട് കോൺക്രീറ്റിൽ പ്രതിമ നിർമ്മിച്ചത്. പ്രതിമയിലൂടെ ഗാന്ധിജിയോട് നീതി പുലർത്താൻ നഗരസഭയ്ക്കായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ഉദ്ഘാടന സമ്മേളനത്തിലെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. നിർമ്മാണത്തിന് സാവകാശം നൽകാതെ തിരക്കിട്ട് ഉദ്ഘാടനം നടത്തിയതിലൂടെ ഗാന്ധി പ്രതിമയോട് നീതി പുലർത്താൻ കഴിഞ്ഞുവെന്ന് ആത്മപരിശോധന നടത്തണമെന്നും ഉദയൻ ആവശ്യപ്പെട്ടു. ഞാനൊരു ഗാന്ധിയൻ ആശയത്തിൽ വിശ്വസിക്കുന്നു എന്നൊരു പൊതുപ്രവർത്തകൻ കൂടിയായതുകൊണ്ട് അത് പറയാതെ പോയാൽ ഞാൻ തന്നെ എൻ്റെ മനസാക്ഷിയോട് പോലും നീതി പുലർത്താൻ കഴിയാത്ത ഒരു പൊതുപ്രവർത്തകനായി മാറുമെന്നുള്ളതുകൊണ്ട് ഒന്നുകിൽ ചെയർമാൻ അതിൽ ധൃതി കൂട്ട് കുറച്ച് അധികം കാണിച്ചോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. ആ കലാകാരന് വേണ്ട സ്വാതന്ത്ര്യത്തോട് അദ്ദേഹം ഒരു മികച്ച കലാകാരനാണ്, അതിലെനിക്ക് ഒരു തർക്കവുമില്ല. അദ്ദേഹം ഗുരുവായൂരിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒട്ടനവധി ചരിത്ര പ്രാധാന്യമുള്ള ശില്പങ്ങളും ശിലകളും ഒക്കെയുണ്ട്. ഇത് എന്തോ അദ്ദേഹത്തിന് ചെയർമാൻ ഉദ്ഘാടനത്തിന് വേണ്ടി കുറച്ചുകൂടി ഒരു സാവകാശം അദ്ദേഹത്തിന് കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഗാന്ധിജിയോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രത്യേക ശൈലിയിലുള്ള നിർമ്മാണമാണ് ഇതെന്നും ഇങ്ങനെയുള്ള ഗാന്ധി പ്രതിമകൾ ഉണ്ടെന്നും ചെയർമാൻ M. കൃഷ്ണദാസ് മറുപടി നൽകി. രാഷ്ട്രപിതാവിന്റെ പ്രതിമ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപകൽപ്പന ചെയ്തതാണ് എന്നാണ് അറിയിച്ചത്. നമ്മൾ സാധാരണ കാണുന്ന ഗാന്ധികളിൽ വ്യത്യസ്തമാണ്. ഇങ്ങനെയും ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് എന്നാണ് കലാകാരൻ നമ്മളോട് പറഞ്ഞത്. സ്വരാജിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കൂട്ടത്തിലുള്ളതാണ്. ആ കാര്യം നമുക്ക് പരിശോധിക്കാം. അത് തീർച്ചയായിട്ടും എന്തായാലും പ്രതിമയേക്കാൾ പ്രധാനം അദ്ദേഹത്തിൻ്റെ സന്ദേശമാണ്. ശുചിത്വമാണ് സ്വാതന്ത്ര്യത്തെക്കാൾ പ്രധാനം. പരാതി പരിശോധിക്കണമെന്നും നിർമ്മാണത്തെയല്ല വിലയിരുത്തേണ്ടതെന്നും ഗാന്ധിജിയുടെ സന്ദേശമാണ് വലുതെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു.
കലാകാരന്റെ കരവിരുത് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കാതെ തെറ്റുകൾ തിരുത്താൻ ഭരണാധികാരികൾ തയ്യാറാകണമെന്ന് ഉദയൻ വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു. കുന്നംകുളം അടുപ്പുട്ടി പെരുന്നാളിനോടനുബന്ധിച്ച് പ്രായമായവർക്കും രോഗികൾക്കുമായുള്ള വിശുദ്ധ കുർബാന ഫഗ്രോദം ഷിഹോ നടത്തി. രാവിലെ 6:30 പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന എന്നിവ നടന്നു. വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ്, നവാഭിഷിക്തനായ ഫാദർ യാക്കോ പ്രിൻസ്, ഫാദർ സജയ് തുടങ്ങിയവർ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. ട്രസ്റ്റി PK പ്രജോത്, സെക്രട്ടറി K ബാബു ഇട്ടൂപ്പ്, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സ് പൗലോസ് കതോലിക്ക ബാവയുടെ നാമധേയത്തിലുള്ള പാലിയേറ്റീവ് കെയറിന്റെ ആംബുലൻസ് സൗകര്യവും കിടപ്പ് രോഗികൾക്കായുള്ള പ്രത്യേക സൗകര്യങ്ങളും യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ സമ്മാന വിതരണവും ഒരുക്കിയിരുന്നു. വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. ചാവക്കാട് തിരുവത്ര സ്വദേശി ആലുക്കൽ വീട്ടിൽ 24 വയസ്സുള്ള വിഷ്ണു സുരേഷിനെയാണ് തൃശൂർ സെൻട്രൽ ജയിലിലടച്ചത്. ജില്ലാ കളക്ടറുടെ കരുതൽ തടങ്കൽ ഉത്തരവ് പ്രകാരം തൃശൂർ സിറ്റി ജില്ലാ പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശമനുസരിച്ചാണ് നടപടി. ഗുരുവായൂർ ACP പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ ചാവക്കാട് ഇൻസ്പെക്ടർ VV വിമൽ, സബ് ഇൻസ്പെക്ടർ C സജിത് മോൻ, CPOമാരായ അമർ, അരുൺ, രജിത്ത്, അജിത് ലാൽ, അനൂപ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ചാവക്കാട്, തിരൂർ, കാട്ടൂർ, വടക്കേക്കാട് സ്റ്റേഷനുകളിലായി വിഷ്ണുവിനെതിരെ കൊലപാതക ശ്രമം, മോഷണം, ദേഹോപദ്രവം ഏൽപ്പിക്കൽ, സംഘം ചേർന്ന് ആക്രമിച്ചു പരിക്കേൽപ്പിക്കൽ തുടങ്ങി വിവിധ കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കല്ലുംപുറം സെന്റ് ജോർജ് പള്ളി പെരുന്നാൾ ആഘോഷം വർണ്ണാഭമായി. വെള്ളി, ശനി ദിവസങ്ങളിലായാണ് പെരുന്നാൾ ആഘോഷിച്ചത്. രക്തങ്ങളെ അനുഭവിപ്പാൻ നോക്കി പാർത്തിരിക്കുമുണ്ടായിരിക്കും. ആമീൻ. മൊറാനസ്രഹാമേലേ പെരുന്നാൾ തലേന്ന് വെള്ളിയാഴ്ച വൈകിട്ട് യൂത്ത് ലീഗ് സൺഡേ സ്കൂൾ, വനിതാ സമാജം എന്നിവർ സംയുക്തമായി വിളംബര ഘോഷയാത്ര, തുടർന്ന് വൈകിട്ട് 7-ന് സന്ധ്യാ നമസ്കാരം എന്നിവ നടന്നു. ശുശ്രൂഷകൾക്ക് മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പള്ളിക്കു ചുറ്റും പ്രദക്ഷിണവും കൈമുത്തും ഉണ്ടായി. രാത്രി 9 മണിക്ക് കേരളത്തിലെ പേരുകേട്ട ഗജവീരന്മാരും വാദ്യകലാരംഗത്തെ പ്രശസ്തരും അണിനിരുന്ന വിവിധ ദേശക്കാരുടെ പെരുന്നാൾ ആരംഭിച്ച് ദേശങ്ങളിൽ വിളംബരം നടത്തി ശനിയാഴ്ച പുലർച്ചെ പള്ളിയിൽ സമാപിച്ചു. ശനിയാഴ്ച രാവിലെ നടന്ന വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈദികരായ ഫാദർ ബെന്യാമിൻ ചിറ്റിലപ്പിള്ളി, ഫാദർ സ്റ്റെഫാനോസ് പുലിക്കോട്ടിൽ എന്നിവർ സഹകാർമ്മികരായി. ഉച്ചയ്ക്ക് 13 ദേശക്കാരുടെ പെരുന്നാൾ ആഘോഷങ്ങൾ പള്ളിയിൽ നിന്നും ആരംഭിച്ച് വൈകിട്ട് 4-ന് പള്ളിയിലെത്തി സമാപിച്ചു. കേരളത്തിലെ പേരുകേട്ട 11 ഗജവീരന്മാർ പള്ളിയങ്കണത്തിലെ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. തുടർന്ന് അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം, ശ്ലൈഹിക വാഴ്വ്, പൊതുസദ്യയോടെ പെരുന്നാൾ സമാപിച്ചു. ആഘോഷങ്ങൾക്ക് ഇടവക വികാരി ഫാദർ അപ്രേം അന്തിക്കാട്, ഇടവക സെക്രട്ടറി CP ഡേവിഡ്, ട്രഷറർ PC സൈമൺ, കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിൽ അംഗങ്ങൾ, മറ്റ് പോഷക സംഘടനാ ഭാരവാഹികൾ, മീഡിയ കൺവീനർ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി പഞ്ചായത്ത് SC വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തു. പഞ്ചായത്തിന്റെ 7 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി 1 മുതൽ 10 വരെയുള്ള 145 വിദ്യാർത്ഥികൾക്കാണ് പഠനത്തിനായി മേശയും കസേരയും നൽകിയത്. പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷ സുമന സുഗതൻ, മെമ്പർമാരായ MK ജോസ്, ES സുരേഷ്, NP അജയൻ, MC ഐജു, KB ബബിത, സതി മണികണ്ഠൻ, നിർവഹണ ഉദ്യോഗസ്ഥ KA സുജിനി എന്നിവർ സംസാരിച്ചു. ഇന്റർനെറ്റിന്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് ഇന്റർനെറ്റ് സംവിധാനം സ്കൂളുകളിൽ ഉപയോഗിച്ചിരുന്നത്. നമ്മളത് മാറ്റി എല്ലാ സ്കൂളുകളും എത്ര ഡാറ്റയാണോ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ ഇന്റർനെറ്റ് സൗകര്യം വേണ്ടത്, ആ ഡാറ്റ ഇന്റർനെറ്റ് സൗകര്യം എല്ലാ സ്കൂളുകളിലും നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞ് ജൂൺ മാസം 1-ാം തീയതി മുതൽ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലും ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി LCD പ്രൊജക്ടറും മറ്റേ
നഗരസഭ അനക്സ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഒക്ടോബർ 27 തിങ്കളാഴ്ചയും ചാട്ടുകുളം നവീകരണം പദ്ധതി പൂർത്തീകരണ ഉദ്ഘാടനം 28-ാം തീയതി ചൊവ്വാഴ്ചയും നടക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 27-ാം തീയതി കുന്നംകുളം നഗരസഭയുടെ ഓഫീസ് സമുച്ചയത്തിനോട് ചേർന്നുള്ള അനക്സ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനമാണ്. 2,20,00,000 രൂപ ബഹുമാനപ്പെട്ട MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 23-24 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഫണ്ടാണ് അനക്സിനെ നിർമ്മാണത്തിന് വേണ്ടി നൽകിയിരിക്കുന്നത്. കുന്നംകുളത്തിന്റെ ഏറ്റവും ജലസംഭരണി എന്ന് തന്നെ പറയാം ചാട്ടുകുളം. ആ ചാട്ടുകുളം കാലങ്ങളായിട്ട് മണ്ണടിഞ്ഞുകൂടി കിടക്കുകയായിരുന്നു. അത് ഏറ്റവും മനോഹരമാക്കി ഇന്നൊരു ടൂറിസം സെന്ററിന് വേണ്ടിയുള്ള ഒരു രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. 2,69,00,000 രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനാണ്. ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായിട്ട് ബഹുമാനപ്പെട്ട ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നുണ്ട്. നഗരസഭ അനക്സ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാൻ നിർവഹിക്കും. MLA AC മൊയ്തീന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2,20,00,000 രൂപ വിനിയോഗിച്ചാണ് ആധുനിക സൗകര്യങ്ങളോടെ അനക്സ് കെട്ടിടം നിർമ്മിക്കുന്നത്. 3 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ ഓഫീസ് മുറികൾ, കോൺഫറൻസ് ഹാൾ, ലിഫ്റ്റ്, പാർക്കിംഗ് തുടങ്ങിയ സൗകര്യങ്ങളുണ്ടായിരിക്കും. നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. ഉച്ചയ്ക്ക് 12-ന് നടക്കുന്ന തറക്കല്ലിടൽ ചടങ്ങിന് AC മൊയ്തീൻ MLA അധ്യക്ഷനാകും. കെ രാധാകൃഷ്ണൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. SC/ST കമ്മീഷൻ അംഗം TK വാസു ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12-ന് ചാട്ടുകുളം പരിസരത്തു നടക്കുന്ന ചടങ്ങിൽ നവീകരിച്ച ചാട്ടുകുളം മന്ത്രി റോഷി അഗസ്റ്റിൻ നാടിന് സമർപ്പിക്കും. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. വർഷങ്ങളായി ചെളി നിറഞ്ഞ് ശോചനീയാവസ്ഥയിലായിരുന്ന ചാട്ടുകുളം MLA AC മൊയ്തീൻ്റെ ശ്രമഫലമായാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണം പൂർത്തീകരിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെയും ജലവിഭവ വകുപ്പിൻ്റെയും സുസ്ഥിര ജലാശയം എന്ന ആശയം യാഥാർത്ഥ്യമാക്കി 2.69 കോടി രൂപ ചെലവഴിച്ചാണ് ചാട്ടുകുളം നവീകരിച്ചത്. നഗരസഭയിൽ ജലലഭ്യതയും ടൂറിസം സാധ്യതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള തുടക്കം കൂടിയാണ് ചാട്ടുകുളം. വാർത്താസമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, നഗരസഭാ സെക്രട്ടറി KK മനോജ്, മൈനർ ഇറിഗേഷൻ വകുപ്പ് കുന്നംകുളം അസിസ്റ്റന്റ് എഞ്ചിനീയർ ലക്ഷ്മി K ദയൻ എന്നിവർ പങ്കെടുത്തു. ഒരുമനൂർ പഞ്ചായത്ത് വനിതാ ജിംനേഷ്യം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പഞ്ചായത്തും ഒരുമനൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കിയ വനിതാ ജിംനേഷ്യം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി മുഖ്യാതിഥിയായി. പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ KH കയ്യുമു ടീച്ചർ, KV രവീന്ദ്രൻ, ഫിലോമിന ടീച്ചർ, ബ്ലോക്ക് മെമ്പർ ഷൈനി ഷാജി, ആഷിദ, മെമ്പർമാർ CDS ചെയർപേഴ്സൺ സുലൈഖ ഖാദർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജോഷി ഫ്രാൻസിസ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ SR ദീപക് എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് KV കബീർ സ്വാഗതവും സെക്രട്ടറി ഷിബുദാസ് നന്ദിയും പറഞ്ഞു. എരുമപ്പെട്ടിയിൽ കടങ്ങോട് മില്ല് സെന്ററിന് സമീപം നിയന്ത്രണം വിട്ട സ്കൂട്ടർ പോസ്റ്റിലിടിച്ച് യുവാവിന് പരിക്കേറ്റു. കടങ്ങോട് സ്വദേശി ബൈജുവിനാണ് പരിക്കേറ്റത്. ഇയാളെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നുകുളം കക്കാട് ശ്രീ ചെറുവത്തൂർ മഹാദേവ ക്ഷേത്രത്തിലെ മുഴുവൻ വിളക്ക് മഹോത്സവത്തിന്റെ മുന്നോടിയായി ബ്രോഷർ പ്രകാശനം നടന്നു. ചെറുവത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ കുന്നുകുളം മുഴുവൻ വിളക്ക് അയ്യപ്പ സേവാ സമിതിയുടെ രക്ഷാധികാരി D കണ്ണനിൽ നിന്നും കാവിൽ സതീഷ് ബ്രോഷർ ഏറ്റുവാങ്ങി. ക്ഷേത്രം പ്രസിഡന്റ് കൃഷ്ണകുമാർ VP, ട്രഷറർ E സുരേഷ്, മുഴുവൻ വിളക്ക് സമിതി ജനറൽ കൺവീനർ MS സനൂപ്, ചെയർമാൻ VP സുരേഷ്, ട്രഷറർ പുരുഷോത്തമൻ തുടങ്ങിയവരും കമ്മിറ്റി അംഗങ്ങളും ഭക്തജനങ്ങളും പങ്കെടുത്തു. ഡിസംബർ 6-നാണ് കുന്നംകുളം മുഴുവൻ വിളക്ക് മഹോത്സവം. ചൂണ്ടൽ പഞ്ചായത്ത് 9-ാം വാർഡ് തലക്കോട്ടുകരയിൽ കുടുംബശ്രീ ADS വാർഷികം ആഘോഷിച്ചു. കോപ്പർ കാസിൽ ഓഡിറ്റോറിയത്തിൽ വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. ADS അംഗം ബേബി തോമസ് അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് വിശിഷ്ടാതിഥിയായി. CDS ചെയർപേഴ്സൺ ജിഷ സുനിൽ മുഖ്യാതിഥിയായി. ADS പ്രസിഡന്റ് രാധാകൃഷ്ണൻകുട്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ADS അംഗം പ്രിൻസി ലിയോൺസ്, കുടുംബശ്രീ കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളായ CJ ലിയോൺസ്, CK മുരളി തുടങ്ങിയവർ സംസാരിച്ചു.
70 വയസ്സ് പൂർത്തിയാക്കിയ കുടുംബശ്രീ അംഗങ്ങളെയും വിവിധ മേഖലകളിൽ നിന്നും ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. KCBC മദ്യവിരുദ്ധ സമിതിയുടെ മികച്ച ലഹരി വിരുദ്ധ പ്രവർത്തകനുള്ള ആദരം മേജർ PJ സ്റ്റൈജു ഏറ്റുവാങ്ങി. തൃശൂർ ബസിലിക്ക ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. KCBC അതിരൂപത മദ്യവിരുദ്ധ സമിതി ചെയർമാൻ ഡോക്ടർ ഫാദർ ദേവസി പന്തലൂക്കാരൻ ഉപഹാരം നൽകി. അതിരൂപത പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ ആദരണ പ്രസംഗം നടത്തി. ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷിനെയും ചടങ്ങിൽ ആദരിച്ചു. 104 UP വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തിയ ലഹരി വിരുദ്ധ പുസ്തക ചങ്ങാത്ത പദ്ധതി, ബോധവൽക്കരണ സെമിനാറുകൾ എന്നിവ പരിഗണിച്ചാണ് മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനും 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ കൂടിയായ മേജർ PJ സ്റ്റൈജുവിനെ ആദരിച്ചത്. കുന്നംകുളം നഗരസഭ കുടുംബശ്രീയുടെ 27ാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. നഗരസഭ ടൗൺഹാളിൽ നടന്ന വാർഷികാഘോഷം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ജെൻഡർ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് KR വിജയ മുഖ്യാതിഥിയായി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DMC ഇൻചാർജ് K രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. മെമ്പർ സെക്രട്ടറി PB ബിന്നു റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, T സോമശേഖരൻ, സജിനി പ്രേമൻ, പ്രിയ സജീഷ്, കൗൺസിലർമാരായ ബിജു C ബേബി, KK മുരളി, മിനി മോൺസി, നഗരസഭാ സെക്രട്ടറി KK മനോജ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺമാരായ ശശികല അനിരുദ്ധൻ, ഷിജി നികേഷ്, CDS വൈസ് ചെയർപേഴ്സൺ വിനയ വത്സൻ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന യോഗത്തിന് ശേഷം കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇവിടെ പറഞ്ഞല്ലോ, ഒരു ഘട്ടം കഴിഞ്ഞു കുടുംബശ്രീ യുവത്വത്തിലാണ്. യുവത്വം നല്ല പ്രായമാണ്. 27 വയസ്സെന്ന് പറഞ്ഞാൽ ബാലാരിഷ്ടതകളൊക്കെ കടന്ന് കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് എത്തി. അപ്പോൾ കുടുംബശ്രീ മാറണം. ബാങ്ക് ലോണും അതിൻ്റെ തിരിച്ചടവും അത് പങ്കുവയ്ക്കലും എന്നുള്ളതിൽ നിന്ന് മാറി തൊഴിൽ നായകരും തൊഴിൽ കൊടുക്കുന്നവരും ഒക്കെയായി കുടുംബശ്രീ മാറുകയാണ് അടുത്ത തലമുറയിലേക്ക്. എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ മീൻകടയിൽ നിന്നും മലിനജലം റോഡരികിലേക്ക് കാനയിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി. പരിസരവാസികൾക്കും വഴിയാത്രക്കാരുമാണ് ഇതുമൂലം ബുദ്ധിമുട്ടുന്നത്. സെന്ററിലെ പടിഞ്ഞാറു ഭാഗത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിലായിട്ടാണ് കാനയിൽ പുഴുവരിക്കുന്ന മലിനജലം കെട്ടിക്കിടക്കുന്നത്. അതിരൂക്ഷമായ ദുർഗന്ധമാണ് പരിസരത്ത് അനുഭവപ്പെടുന്നത്. സമീപമുള്ള വീട്ടുകാർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കെട്ടിക്കിടക്കുന്ന മലിനജലം പ്രായമായ കുട്ടികൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായും പരാതിയുണ്ട്. കുഞ്ഞിക്കാൻ്റെ മീൻകട എന്ന പേരിലുള്ള മത്സ്യവിൽപ്പനശാലയിലെ മലിനജലമാണ് കാനയിലേക്ക് ഒഴുക്കുന്നത്. സമീപമുള്ള വാടക കെട്ടിടത്തിൽ ഇവർ മുറിയെടുത്തിട്ടുണ്ടെങ്കിലും റോഡരികിൽ തട്ടുകൾ ഇട്ടാണ് ഇവർ കച്ചവടം ചെയ്യുന്നത്. കെട്ടിടത്തിൽ മത്സ്യം സൂക്ഷിക്കുന്ന മുറിയിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന മലിനജലം കാനയിലേക്ക് ഒഴുക്കിവിടുന്നുണ്ട്. ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരിസരവാസിയായ കേളംപുലാക്കൽ ഷാഹുൽ ഹമീദ് ആരോഗ്യവകുപ്പിനും എരുമപ്പെട്ടി പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ചാലിലാണ് അവർ മീനിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്. അതങ്ങനെ അസഹനീയമായിട്ടുള്ള മണം വലിയ ബുദ്ധിമുട്ടാണ്. മക്കൾക്കും ഉമ്മാക്കന്മാർക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. വീടിനകത്തിരിക്കാന്നല്ലാതെ പുറത്തേക്ക് പോകാനൊന്നും കഴിയില്ല. അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് കാലം കുറേ പരാതി പറയാൻ വേണ്ടി ഇടയ്ക്ക് ഹെൽത്തുന്ന ആൾക്കാർ വരും, നോക്കും, കുറച്ച് ദിവസം അടച്ചിടും, വീണ്ടും തുറക്കും. ഇതിൻ്റെ പണി. ഇപ്പം ഇന്ന് ഞാൻ പഞ്ചായത്തിൽ സെക്രട്ടറിക്ക് അവിടെ പോയിട്ട് ഡയറക്റ്റ് പരാതി കൊടുത്തിട്ടുണ്ട്. കേസ് മോഡത്തിൽ പരാതി ഇത് അപ്പുറലാക്കി എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് പ്രകാരം ഇപ്പം എന്തെങ്കിലും നടപടി എടുത്തു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇതിനു മുമ്പും ഈ സ്ഥാപനത്തിനെതിരെ പരാതി ഉയർന്നിട്ടുണ്ട്. ഗുരുവായൂർ പാലുവായിൽ വീടിനു പുറകിലെ പാചകപ്പുരയിൽ നിന്ന് 4 അടി നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. സാംസ്കാരിക പ്രവർത്തകൻ പാലുവായ് പല്ലവി റോഡിൽ വലിയകത്ത് ലിയാഖത്തിന്റെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. വീട്ടുകാർ വിറകെടുക്കുന്ന സമയത്താണ് പാമ്പിനെ കണ്ടത്. ഇവർ വിവരമറിയിച്ചതനുസരിച്ച് സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരെത്തി
പിടികൂടി. മമ്മിയൂർ ക്ഷേത്രത്തിനടുത്ത് റോഡരികിൽ നിന്നും 6 അടി നീളമുള്ള പെരുമ്പാമ്പിനെയും പിടികൂടി. പിന്നീട് വനം വകുപ്പിന് കൈമാറി. പോർക്കുളം പഞ്ചായത്തിലെ അങ്കണവാടികളിലെ അടുക്കളകളിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ വിതരണവും ഉപകരണങ്ങളുടെ സഹായം ആവശ്യമായി വരുന്ന ഭിന്നശേഷിക്കാരെ കണ്ടെത്തുന്നതിനായി മെഡിക്കൽ ക്യാമ്പ് നടത്തി. പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പഞ്ചായത്തിലെ 16 അങ്കണവാടികളിലേക്കും ആവശ്യമായ ഉപകരണങ്ങൾ നൽകിയത്. ഭിന്നശേഷി ക്യാമ്പിൽ നിന്നും ഉപകരണങ്ങൾ ആവശ്യമായി വരുന്നവരുടെ വിവരങ്ങളും ശേഖരിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പും അടുക്കള ഉപകരണ വിതരണവും പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജിഷ ശശി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ, പഞ്ചായത്ത് മെമ്പർമാരായ കെ എ ജ്യോതിഷ്, ICDS സൂപ്പർവൈസർ അനിത എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ക്യാമ്പിന് ഇരിങ്ങാലക്കുട NICMRലെ ഡോക്ടർ സൗമ്യ, സോഷ്യൽ വർക്കർ ജോജോ, P&O ടെക്നീഷ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബാലസംഘം കാട്ടകമ്പാൽ വില്ലേജ് സമ്മേളനം ചിറക്കൽ IHDP സാംസ്കാരിക നിലയത്തിൽ DYFI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം KB ജയൻ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം കുന്നംകുളം മുൻ ഏരിയ പ്രസിഡന്റ് നീലിമ അജിത് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സെക്രട്ടറി സഞ്ജയ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൺവീനർ TS മണികണ്ഠൻ, കോർഡിനേറ്റർ ഷീജ സുദീപ് എന്നിവർ നേതൃത്വം നൽകി. സഹഭാരവാഹികളായ സുജിത സിവിൽദാസ്, രാജി സോമൻ, അമ്പിളി ഷാജി എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ VK ബാബുരാജ് സ്വാഗതവും പുതിയ സെക്രട്ടറി ശിവാനി നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. 41ാമത് തൃശൂർ ജില്ലാ കളരിപ്പയറ്റ് മത്സരത്തിൽ വിജയികളായ AR മണികണ്ഠൻ, ആദിദേവ്, മിഴി ഹരിദേവ് എന്നിവരെ സമ്മേളനത്തിൽ അനുമോദിച്ചു. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച ഓപ്പറേഷൻ തിയേറ്ററിന്റെയും വിവിധ യൂണിറ്റുകളുടെയും ഉദ്ഘാടനം നടന്നു. നവീകരിച്ച മൈക്രോ ലാബിന്റെ കൂദാശയും ഉദ്ഘാടനവും ഭദ്രാസനാധിപനും മലങ്കര ആശുപത്രി വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് നിർവഹിച്ചു. കൂദാശ ചടങ്ങിൽ ഫാദർ ഉറുമ്പിൽ ജോൺ കോർ എപ്പിസ്കോപ്പ, ഭദ്രാസന വൈദിക സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ്, മറ്റു വൈദികർ, ആശുപത്രി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, ഡോക്ടർമാർ, സ്കൂൾ നഴ്സിംഗ് വിദ്യാർത്ഥികൾ, ആശുപത്രി ജീവനക്കാർ, മറ്റു പാരാമെഡിക്കൽ സ്റ്റാഫുകൾ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ നവാഭിഷിക്തരായ ഫാദർ ഗീവർഗീസ് മാത്യു, ഫാദർ യാക്കോബ് പ്രിൻസ്, ഭദ്രാസനത്തിന്റെ സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ്, മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ ലിൻസി, പൾമണോളജി വിഭാഗത്തിലെ ഡോക്ടർ ബാബു മാത്യൂസ് എന്നിവരെ ആദരിച്ചു. ആശുപത്രി സെക്രട്ടറി KP സാക്സൺ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഫാദർ സ്റ്റീഫൻ ജോർജ്, ഡോക്ടർ ബാബു മാത്യൂസ്, ഡോക്ടർ അഖിൽ പോൾ, ഡോക്ടർ ലിഞ്ചു, ആശുപത്രി ട്രഷറർ മോൻസി അബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. കടപ്പുറം ഇരട്ടപ്പുഴ ഗവൺമെന്റ് LP സ്കൂളിന്റെ 100ാം വാർഷിക വിളംബര ഘോഷയാത്രയും മെഡിക്കൽ ക്യാമ്പും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ദിലീപ് അമ്പലപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിസ്രിയ മുസ്താഖ് അലി, കടപ്പുറം പഞ്ചായത്ത് മെമ്പർമാരായ പ്രസന്ന ചന്ദ്രൻ, ശുഭയൻ മുഹമ്മദ് മാസ്റ്റർ, PTA മുൻ പ്രസിഡന്റ് സുനിൽ കാരയിൽ, സുബൈർ ചക്കര എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപിക PB ബിനിത സ്വാഗതവും അധ്യാപകൻ PK ബിബിൻ നന്ദിയും പറഞ്ഞു. എടക്കഴിയൂർ ADLP സ്കൂളിൽ ടാലന്റ് ഡേ സംഘടിപ്പിച്ചു. പൊന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന അധ്യാപിക VS സീന അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേന്ദ്രൻ KATF ഉപജില്ലാ ഫുട്ബോൾ ടൂർണമെന്റിൽ LP വിഭാഗത്തിൽ റണ്ണേഴ്സപ്പായ സ്കൂൾ ടീമിനെ അഭിനന്ദിച്ചു. പൂർവ്വ വിദ്യാർത്ഥി ബഷീർ മാരാത്ത്, PTA പ്രസിഡന്റ് ഷറഫുദ്ദീൻ മുസ്ലിയാർ എന്നിവർ സംസാരിച്ചു. MK സലാഹുദ്ദീൻ മാസ്റ്റർ സ്വാഗതവും കൺവീനർ KM ഷാഫിയ നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 11,515 രൂപ, പവന് 92,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 165 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഗുരുവായൂർ ആനത്താവളത്തിൽ ആനയിടഞ്ഞു. കൊമ്പൻ രവികൃഷ്ണയാണ് ഉച്ചതിരിഞ്ഞ് 3:30 ഇടഞ്ഞത്. 20 വർഷത്തോളമായി രവികൃഷ്ണയുടെ ഒന്നാം പാപ്പാനായിരുന്ന ശ്രീകുമാറിനെ 1.5 മാസം മുമ്പ് മാറ്റിയതിനെതിരെ വിമർശനം ശക്തം. കൊച്ചുകുട്ടികളടക്കം തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിന് ഇരകളാകുന്ന സാഹചര്യത്തിൽ 2031 ആകുമ്പോഴേക്കും തെരുവ് നായ്ക്കൾ ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കണമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. ചാവക്കാട് തെരുവുനായ പ്രജനന നിയന്ത്രണ കേന്ദ്രം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കുന്നുകുളം തെക്കേപ്പുറത്ത് പൂട്ടിക്കിടന്ന 2 വീടുകൾ കുത്തിത്തുറന്ന് മോഷണശ്രമം. തെക്കേപ്പുറം അനന്തൻ വീട്ടിൽ ബാബു, പറക്കാട്ട് വീട്ടിൽ ലീല എന്നിവരുടെ വീടുകളിലാണ് കവർച്ചാ ശ്രമം നടന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തൃശൂർ റവന്യൂ ജില്ലാ ശാസ്ത്രമേള ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി ഗുരുവായൂരിലും ചാവക്കാടുമായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. മേളയുടെ ലോഗോ പ്രകാശനം നടന്നു. മേള മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ നഗരസഭയുടെ ചൂൽപ്പുറം ബയോ പാർക്കിൽ സ്ഥാപിച്ച പ്രതിമയ്ക്ക് രാഷ്ട്രപിതാവിന്റെ ഛായയില്ലെന്ന് പരാതി. ഗാന്ധി പ്രതിമ നിർമ്മാണത്തിലെ ഗുരുതരമായ പാകപ്പിഴവ് പ്രതിഷേധത്തിനിടയാക്കുന്നു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കല്ലുംപുറം സെന്റ് ജോർജ് പള്ളി പെരുന്നാൾ ആഘോഷം വർണ്ണാഭം. 13 ആഘോഷ കമ്മിറ്റികളിൽ നിന്നായി 11 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.